തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ, തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ. നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ. മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ. നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, സാന്ത്വന ചികിത്സയുടെ ഭാഗമായി ക്യാൻസർ ബാധിച്ച ഒരു സഹോദരനെ കാണാൻ ഇടയം വന്നു. ഈ സഹോദരൻ മറ്റൊരു വിശ്വാസത്തിലുള്ള ഒരു സഹോദരനാണ്. ഞാൻ എൻ്റെ കാഷ്വൽ ഡ്രസ്സിലായതുകൊണ്ട് ഞാൻ വൈദികനാണെന്നോ ഒന്നും അവർക്കറിഞ്ഞുകൂടാ. ഈ സഹോദരനെ ശുശ്രൂഷിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇദ്ദേഹം ഇപ്പോൾ വേദനിക്കുമ്പോൾ കർത്താവിനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ വേദനയിൽ ഒത്തിരി കുറവ് വരുന്നുണ്ട്. അതുകൊണ്ട് കർത്താവാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആശ്വാസമെന്ന് പറയുകയുണ്ടായി. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ കാനാൻകാരി സ്ത്രീയെക്കുറിച്ചാണ്. കാനാൻകാരി സ്ത്രീ ഈശോയോട് പറയുന്നുണ്ടല്ലോ, മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം കണക്ക് നായ്ക്കൾ കഴിക്കുന്ന ആ അപ്പക്കഷ്ണത്തിൻ്റെ അത്രയും കൃപയെങ്കിലും എനിക്ക് മതിയെന്ന് ഈ കാനാൻകാരി സ്ത്രീ പറയുന്നുണ്ടല്ലോ. ഞാൻ ഈ മനുഷ്യനെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വചനം അതാണ്. അപ്പക്കഷ്ണം കണക്കെ ഈ ഒരു ചെറിയ കൃപയിൽ ഈ മനുഷ്യൻ ഇത്ര വലിയ ആശ്വാസം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന നമ്മൾ എത്രയധികം ആശ്വാസം കർത്താവിൽ നിന്ന് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് ക്രൈസ്തവ വിശ്വാസികളായ നമുക്ക് പലർക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ. കർത്താവ് എത്ര ശക്തനാണെന്നും എത്ര വലിയവനായ കർത്താവിൻ്റെ തണലിലാണ് നാം ജീവിക്കുന്നതെന്നുള്ള വലിയ ബോധ്യം ലഭിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൃപയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ആ കാനാൻകാരി സ്ത്രീയെപ്പോലെ കർത്താവിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട്, നന്മ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.